ഹരേ കൃഷ്ണ രാധേശ രാധേശ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊന്നുണ്ണി കണ്ണന്റെ ഉച്ചപൂജ നട അടച്ച് തുറന്ന് നിധിയൊക്കെ കഴിഞ്ഞ് പൊന്നുണ്ണി ഇങ്ങനെ കളഭാലങ്കാരത്തിൽ എന്ത് ഭാവത്തിലാ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? കണ്ണനെ കാണണ്ടേ എന്ന്? ആ ഗുരു ഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും എത്താട്ടോ കണ്ണനെ കാണാനായിട്ടെന്ന് ശ്രീലകത്തേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. പൊന്നുണ്ണി കാണണ്ടേ എന്ന്? എങ്ങനെയാണ് ഏകാദശിയോട് അനുബന്ധിച്ച് ആകെ ഒരുക്കങ്ങളാണ് അല്ലേ? അതിമനോഹരമായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൊന്നുണ്ണിക്കണ്ണനെ ഇത്രയധികം സന്തോഷം കൊടുക്കുന്ന ആ ഏകാദശി ഇങ്ങെത്താറായി. ആ സന്തോഷത്തിലാണ് പൊന്നുണ്ണി അവിടെ ഇങ്ങനെ ആകെ ഓടി നടക്കുകയാണ്. എല്ലാവർക്കും തിരക്ക് പിടിച്ച് ജോലിയുമാണല്ലേ. എല്ലാവരും ആ ഗുരുഭവനപുരി ഒരുക്കാനുള്ള ധൃതിയിലാണ് എല്ലാവരും. എന്തൊക്കെയാ വേണ്ടത് പൊന്നുണ്ണിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാണ്, സജ്ജരാണ്. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിയെ കാണാനായിട്ട് നമ്മളിന്ന് ശ്രീലകത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മളിന്ന് പൊന്നുണ്ണിയെ കാണാനായിട്ട് എന്നോടൊപ്പം ആ കൊടിമരച്ചൂട്ടിലൂടെ നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് പോവാണല്ലേ. ഇവിടെ തൊട്ട് അറ്റം വരെ ആ സ്വർണ്ണവർണ്ണ ദീപപ്രഭയിൽ ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ പൊന്നുണ്ണി കണ്ണനതാ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ശ്രീലകത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് വെണ്ണക്കുടം, സ്വർണത്തിൻ്റെ ആ വെണ്ണക്കുടം, വെണ്ണ നിറച്ച കൊട ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അതാ പൊന്നുണ്ണി വെണ്ണ കഴിക്കുന്ന ഭാവമാണ് നമ്മളിന്ന് കാണുന്നത്. എന്ത് ഭംഗിയല്ലേ പൊന്നുണ്ണി കണ്ണെന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. ആ വെണ്ണക്കുടം ഇങ്ങനെ പിടിച്ച് ആ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെണ്ണ വാരി തിന്നുന്നുണ്ട്. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെണ്ണക്കുടത്തിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. സന്തോഷവാനാണ് പൊന്നുണ്ണി. ആ കണ്ണിലെ തിളക്കം കാണാം, ആ പുഞ്ചിരി കാണാം, വെണ്ണ കിട്ടിയ സന്തോഷം കാണാം. എല്ലാം പൊന്നുണ്ണിക്കാണ്, എല്ലാം കണ്ണനാണ്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് ശ്രീലകത്ത് കാണാണ്. അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ഇട്ടുകൊണ്ട് അതിമനോഹരമായ കൈവളകളും തോൾവളകളൊക്കെ ചാർത്തിക്കൊണ്ട് കാതിലെ ചെവിപ്പൂക്കളൊക്കെ വെച്ചുകൊണ്ട് ആ മയിൽപ്പീലി ചൂടിക്കൊണ്ട് പൊന്നിൻ കിരീടമൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടമാല വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി ഭക്തരെ ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് എത്ര അനുഗ്രഹിച്ചാലും കണ്ണന് മതിയാവില്ല അല്ലേ. ഭക്തരെ എത്ര നമ്മൾ അടുത്തിരുന്നാലും കണ്ണൻ ഇങ്ങനെ എത്ര കണ്ടാലും എന്നാ തീരാ ആ കൊതി. എത്ര തീർത്താലും മാറാത്ത ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിലിങ്ങനെ നമ്മളിങ്ങനെ നിറയാണ്. പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറയുന്ന ഒരു ഭാവമാണ് നമ്മളിന്ന് കാണുന്നത് അല്ലേ, ശ്രീലകത്ത് കാണുന്നതല്ലേ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് എത്താണ്. ആ പൊന്നുണ്ണി ഇങ്ങനെ ഇരുന്ന് ആ സ്വർണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുണ്ണി തൻ്റെ ഭക്തരായ എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആ പുഞ്ചിരിയിൽ നമ്മളിങ്ങനെ അലിഞ്ഞു ചേർന്ന് പൊന്നുണ്ണിയോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ദുഃഖങ്ങളും, വേദനകളും ഒക്കെ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണല്ലേ. പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മളിങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഒന്ന് തലയുയർത്തി നോക്കുമ്പോൾ അതാ നമുക്കായിട്ട് നമ്മുടെ വായിൽ വെണ്ണ വെച്ച് തരുന്ന പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഭക്തരോടുള്ള സ്നേഹം കണ്ടോ? ഉണ്ണി കഴിക്കുന്നതോടൊപ്പം തന്നെ അതാ നമുക്കും തരുന്നു, അതാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ നാവിൽ വെച്ച് തരുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് ഇന്ന് നമ്മൾ ശ്രീലകത്ത് കാണുന്നത്. എത്രമാത്രം സ്നേഹമാണ് ഭക്തരെങ്ങനെ തന്നോട് ചേർത്തടിപ്പിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം തൻ്റെ ഭക്തർക്ക് കൊടുക്കുന്ന ആ കഴിക്കുന്ന വെണ്ണ പോലും നമ്മുടെയൊക്കെ നാവിൽ വെച്ച് തരുന്ന ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്
പൊന്നുണ്ണിക്കണ്ണൻ ആ സ്നേഹമാണ് നമ്മളിങ്ങനെ ഭഗവാനിലേക്ക് ഇങ്ങനെ ആ പുണ്യ കൃപാദങ്ങളിലേക്ക് നമ്മളിങ്ങനെ അടുപ്പിച്ച് ചേർത്തുകൊണ്ട് എല്ലാറ്റിനും എൻ്റെ കണ്ണാ എന്നൊരു വിളി മതിയല്ലേ. എൻ്റെ കണ്ണാ എന്നൊരു വിളി കേട്ടാൽ പൊന്നുണ്ണിക്കണ്ണൻ അതാ പറന്നെത്തുകയായി നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർക്കാനായിട്ട്, നമുക്കിങ്ങനെ ആശ്വാസമാവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയൊക്കെ മാറ്റിക്കളയാനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലിങ്ങനെ ഇടം പിടിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ ആ പുഞ്ചിരിയിൽ എല്ലാം ഒതുക്കി ആ കണ്ണിലെ തിളക്കത്തിൽ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള സശാൽ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തു രക്ഷിച്ചുകൊണ്ട് എന്ത് സ്വന്തമായിട്ടാലേ എൻ്റെ സ്വന്തം എന്ന് കരുതിക്കൊണ്ട് വിളിക്കാനായിട്ട് ആകെ ഒരാളേ ഉള്ളൂ. എൻ്റെ കണ്ണനാണ്, എൻ്റെ പൊന്നുണ്ണിയാണ്, കണ്ണൻ എൻ്റേതാണ്, ഇതെനിക്കുള്ളതാണ് എന്ന് അവകാശത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും ഭക്തർക്ക് ഭഗവാനെ സ്വന്തമാണെന്ന് ചേർത്ത് വെക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ആ പൊന്നിൻ നിറകുടത്തെ അങ്ങനെ കണ്ടുകൊണ്ട് ആ ഭാവനയെ കണ്ടുകൊണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ 1000 വിളക്കുകൾ ഇങ്ങനെ കത്തിച്ചൊലിക്കുന്ന ആ ശ്രീലകത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ കാത്തിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് കാണാം. അങ്ങനെ ഭഗവാന്റെ തീർത്ഥക്കുളത്തിൽ നിന്ന് വരുന്ന ആ ഇളം തെന്നൽ പൊന്നുണ്ണിക്കണ്ണനെ തഴുകിക്കൊണ്ട് അവിടെ നിന്ന് ആ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും തുളസിയുടെയും തെച്ചിയുടെയും താമരപ്പൂവിൻ്റെയും ഒക്കെ സുഗന്ധം, അഷ്ടദ്രവ്യമായിട്ടുള്ള സുഗന്ധം ഭഗവാനെ തൊട്ട് തലോടിക്കൊണ്ട് ഭഗവാൻ എങ്ങനെ തൊട്ടുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ എങ്ങനെ തൊട്ടുകൊണ്ട് ആ എണ്ണയുടെയും നറുമണം ചേർത്ത് ചാലിച്ച് അങ്ങനെ നമ്മളെയൊന്ന് തൊട്ട് തലോടുന്ന തഴുകുന്ന എന്താണ് ആ ഫീൽ? ആർക്കൊക്കെയാണ് അങ്ങനെ ഫീൽ തോന്നിയിട്ടുള്ളത്? നമ്മളിങ്ങനെ ശ്രീലകത്തെത്തുമ്പോൾ നമുക്കൊക്കെ ഒരു വെണ്ണയുടെ മണം അല്ലേ? അത്ഭുതമാണ്. നമുക്കെല്ലാവർക്കും ഒരു വെണ്ണയുടെ മണമാണ്. വെണ്ണ അങ്ങനെയാ നമ്മളെ ഇങ്ങനെ ചുറ്റുന്നു, നമ്മളെ വെണ്ണ ഇങ്ങനെ വലം വെക്കുന്നു. ആ കാറ്റിന് പോലും ആ സുഗന്ധമുണ്ട്, ആ വെണ്ണയുടെ സുഗന്ധമുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണ് നമ്മളെ തഴുകി തലോടുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നു, ആ കുളിര് അനുഭവിക്കുന്നു. ശ്രീലകത്ത് നമ്മൾ ഭഗവാനെ കണ്ടു നിൽക്കുമ്പോൾ ആ ഒരു കുളിരിൽ അങ്ങനെ ലയിച്ചു നിന്നുകൊണ്ട് എൻ്റെ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ തുവണ്ണ പോലെ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോട് പറയുന്നുണ്ട്, എന്നും എപ്പോഴും ഞാനുണ്ട് കേട്ടോ കൂടെ. ഒട്ടും വിഷമിക്കണ്ട, പരിഭ്രമിക്കണ്ട, വേദനിക്കണ്ട. എല്ലാ സങ്കടവും മാറ്റാനായിട്ട് ഞാനല്ലേ ഉള്ളത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ആ ഒരു സ്നേഹത്തലോടൽ അത് നമുക്ക് കിട്ടുകയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ശിലത്തുനിന്ന് കിട്ടുന്ന ആ സ്നേഹത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മനസ്സിലിങ്ങനെ നിറയട്ടെ ആ സ്നേഹം, ആ കണ്ണിലേക്ക് കൊണ്ടുവരാം. ആ കണ്ണിലെ തിളക്കം നമ്മുടെ മനസ്സിലും വന്ന് നിറയട്ടെ. ആ പുഞ്ചിരിയിലൂടെ നമ്മളോട് പറയുന്നതായിട്ട് കണ്ണൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ വന്ന് സ്ഥാനം പിടിക്കുന്നതായിട്ട്, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട്, ആ തൂവെണ്ണയുടെ നറുമണം നമ്മളെ ചുറ്റി തലോടുന്നതായിട്ട് തഴുകുന്നതായിട്ട് അങ്ങനെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം വെണ്ണ പിടിച്ചിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് നമുക്ക് തന്ന ആ നറുവെണ്ണ നാവിൽ നുണഞ്ഞിറങ്ങാനുള്ള ഭാഗ്യം കിട്ടിയ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹത്താൽ ഇന്ന് എന്നോടൊപ്പം ഗുരു പവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ആ ശ്രീലകത്തേക്ക് എൻ്റെ ശബ്ദത്തോടൊപ്പം വന്ന എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഗുരു പവനപുരിയിൽ നേരിട്ട് കണ്ണനെ കാണാനെത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രോഗാതുരരായിട്ടുള്ള, അതായത് വേദനയും കഷ്ടപ്പാടും ഒക്കെ ദുഃഖങ്ങളും ഒക്കെ കൊണ്ട് തീരെ ബെഡ് റിഡൻ കിടപ്പിലായിട്ടുള്ള ഒരുപാട് രോഗികൾ, ലോകത്തെമ്പാടുമുള്ള രോഗികളുണ്ട്. അവരുടെയൊക്കെ മനസ്സിലേക്ക് എൻ്റെ ശബ്ദം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഭഗവാന്റെ ആ നറു എണ്ണയുടെ മണം അവരുടെ അടുത്തും എത്തുമ്പോൾ ഒന്ന് കറങ്ങുന്നുണ്ടല്ലേ, ഒന്ന് ചുറ്റിത്തിരിയുന്നുണ്ട്. ആ നറുവെണ്ണ ആ കണ്ണനതാ കൊണ്ടുതരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. എല്ലാവർക്കും വേദനയും ദുഃഖങ്ങളൊക്കെ മാറ്റി തന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട്
ഭഗവാൻ എപ്പോഴും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.